ലോക സിനിമയിലെ കുഞ്ഞുനീലിന്റെ ആണെങ്കിലും അതുപോലെ സാൻഡി മാസ്റ്ററിന്റെ ആ വില്ലൻ ക്യാരക്ടറിന്റെ ആണെങ്കിലും ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടല്ലോ. പല്ല് മുളച്ചു വരുന്നു, ഒരു വാമ്പയറിഷ് ലുക്കിലേക്കാൾ മാറുന്നു. സോ നമ്മൾ പല സിനിമകളിലും അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനായിട്ടുള്ള ആള് യക്ഷിയായിട്ടോ വാമ്പയർ ആയിട്ടോ ഒക്കെ മാറാന്നുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ വെയർവൂൾഫിന്റെ സിനിമയൊക്കെ ഭയങ്കര ആരാധകർ കൂടുതലാണ്. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിന്റെ ഒരു ഹിസ്റ്ററിയിൽ ഈ ഒരു കണ്ടീഷൻ ആക്ച്വലി നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാവൂ. നമ്മൾ അതിന് ലൈക്കാൻത്രോപ്പി, ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി എന്നൊക്കെയാണ് പറയാ. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറി മാറി അയാൾ ഒരു ആനിമലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ, ആ തോന്നൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അയാൾ ആക്ച്വലി വിശ്വസിക്കുകയും ചെയ്യും, ഞാനിപ്പോൾ ഒരു വെയർവൂൾഫ് ആയി എന്നുള്ള, ഒരു ആനിമൽ ആയി എന്നുള്ള ഇതിലേക്കാൾ മാറും. ഒരു ആനിമൽ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് വൂൾഫ് ആയിട്ട് മാറുക എന്നുള്ള സങ്കല്പമാണ്. അവിടുന്ന് തന്നെയായിരിക്കും പലപ്പോഴും ഈ പറഞ്ഞ വെയർവൂൾഫ് സങ്കല്പത്തിനൊക്കെ ഭയങ്കര പോപ്പുലാരിറ്റി വന്നതും സിനിമയായിട്ട് മാറിയതും ഒക്കെ അങ്ങനെയായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം.